ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം പിയും കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള ഈ പറയുന്ന സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ എവിടെയും കാണാനില്ല എന്നുള്ള വാർത്തയാണ് ഞങ്ങൾ അന്വേഷണ വിധേയമായിട്ട് അറിയാൻ സാധിച്ചത്. ഇതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തൃശ്ശൂർ മേയർ, അതായത് തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള തൃശ്ശൂർ മേയർ അടക്കം ഇത്തരത്തിലൊരു പരാമർശവുമായി കടന്നു വരുന്ന ഒരു സാഹചര്യം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷനിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ഒരു വൈദ്യുത പദ്ധതി അവിടെ നടത്തുകയും അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഈ പറയുന്ന കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള തൃശ്ശൂരിലെ പാർലമെൻറ്റ് MP കൂടിയായിട്ടുള്ള ഏറെ പ്രിയങ്കനായ സുരേഷ് ഗോപിയെ ഇവർ സമീപിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഇവരെ ക്ഷണിക്കുന്നതിനായിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ അടക്കമുള്ളവർ, തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ഒരു നിയമസഭ ഇതിൻ്റെ കോർപ്പറേഷൻ്റെ ഒരു അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ ഈ പറയുന്ന കേന്ദ്ര സഹമന്ത്രിയും തൃശ്ശൂരിലെ MP കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ ഫോണിൽ പോലും കിട്ടാത്തൊരു സാഹചര്യം, എവിടെയാണ് എന്ന് അറിയാത്ത രീതിയിൽ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഈ കോർപ്പറേഷൻ മേയർ അടക്കം ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടുന്നില്ല, എവിടെയാണ് എന്ന് അറിയില്ല. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിക്ക് മറ്റൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ എത്തിച്ചേർന്ന ഈ പറയുന്ന മന്ത്രി കൂടിയായിട്ടുള്ള K. രാജൻ്റെ ഫോണിൽ നിന്നും ഈ രീതിയിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ഈ പറയുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ ശ്രമിക്കും. ഈ മന്ത്രിക്ക് പോലും ഇദ്ദേഹത്തെ ഫോണിൽ പോലും ലഭിക്കുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്.